ഇംഗ്ലീഷ് ഗ്രാമർ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം? അത് നമുക്ക് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഐ വിൽ ഗോയും ഐ ആം ഗോയിങ് ടു ഗോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസ് പോലെയാണ്, പക്ഷെ ഗോയിങ് ടു എന്ന് പറയുമ്പോൾ ഒരു പ്ലാനെ കാണിക്കുകയാണ്. സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആണ്. ഐ ഹാവ് ഡൺ ആണോ അതോ ഐ ഡിഡ് ആണോ കറക്റ്റ്? ഞാൻ എപ്പോഴും അത് പറയുമ്പോൾ തെറ്റാറുണ്ട്. ഐ ഡിഡ് നമ്മൾ പാസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഐ ഹാവ് ഡൺ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റിനെയും ഇപ്പോഴത്തെ ഒരു ടൈമിനെയും കണക്ട് ചെയ്താണ് പറയുന്നത്, ആ ഇമ്പാക്റ്റ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ഈ വൊവൽസും കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ആൻ അവർ എന്നും എ യൂണിവേഴ്സിറ്റി എന്നും പറയുന്നത്? അത് സൗണ്ട് അനുസരിച്ച് വരും, സ്പെല്ലിംഗ് അല്ല. അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൊവൽ സൗണ്ട് വെച്ചാണ്, പക്ഷെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു യു സൗണ്ട് വെച്ചാണ്. ഹൂ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴാണ് ഹും ഉപയോഗിക്കുന്നത്? അതോ ഞാൻ ഒരിക്കലും ഹും ഉപയോഗിക്കണ്ടേ? സെന്റൻസിന്റെ ഒരു ഒബ്ജക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഹും യൂസ് ചെയ്യുന്നത്, പക്ഷെ മിക്ക ആളുകളും ഇപ്പോഴും ഹൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ബ്യൂട്ടി ഉള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്? പക്ഷെ കൂടുതൽ ഹാപ്പി ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഹാപ്പിയർ എന്ന് പറയുന്നത്? അത് ചെറിയ വേർഡ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, പക്ഷെ അതൊരു ലോങ് വേർഡ് ആണെങ്കിൽ നമ്മൾ മോർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ലവ്സ് എക്സെപ്ഷൻസ്. ദയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, ദെയർ എന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പിനെ ഷോ ചെയ്യും. ദെയർ എന്ന് പറഞ്ഞാൽ ദേ ആറിന്റെ ഷോർട്ട് ഫോം ആണ്. അതിനെ ഒരു ക്വിർക്കി ട്രിയോ ആയിട്ട് കണ്ടാൽ മതി. ബട്ടും അതേപോലെ തന്നെ ആൻഡും വെച്ച് നമുക്കൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? എന്റെ ടീച്ചർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. യെസ് യു ക്യാൻ, പക്ഷെ അത് ഓവർഡു ചെയ്യാൻ പാടില്ല. മോഡേൺ റൈറ്റിംഗ് ലവ്സ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ എന്തുകൊണ്ടാണ് ഡു ഹോംവർക്ക് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മേക്ക് എ ഡിസിഷൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മേക്ക് ഹോംവർക്ക് എന്ന് പറയാത്തത്? ഇറ്റ്സ് അബൌട്ട് കൊളോക്കേഷൻസ്, വേർഡ്സ് ദാറ്റ് നാച്ചുറലി പെയർ. ഈ കോമ്പിനേഷൻസിൽ ഇംഗ്ലീഷ് വളരെ പിക്കിയാണ്. ഐ യൂസ്ഡ് ടു പ്ലേയും ഐ ആം യൂസ്ഡ് ടു പ്ലേയിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂസ്ഡ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഒരു ഹാബിറ്റ് ആയിരുന്നു. ഐം യൂസ്ഡ് ടു പ്ലേയിങ് മീൻസ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ് നൗ. ഈ സിംഗുലറിലും പ്ലൂറലിലും എന്തുകൊണ്ടാണ് ഫിഷും ഡിയറും സെയിം ആയിരുന്നത്? ചില വേർഡ്സ് ഒക്കെ വളരെ സ്റ്റബേൺ ആണ്. അതിന് ഓൾഡ് ഇംഗ്ലീഷിന്റെ റൂട്ടിനെ നമ്മൾ ബ്ലെയിം ചെയ്താൽ മതി. നമ്മൾ ലെസ് പീപ്പിൾ എന്നാണോ പറയുന്നത് അതോ ഫ്യൂവർ പീപ്പിൾ എന്നാണോ പറയുന്നത്? ഫ്യൂവർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ തിങ്സിനാണ്, ലെസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ തിങ്സിനാണ്. സോ ഇറ്റ്സ് ഫ്യൂവർ പീപ്പിൾ. ഇമോഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഐ ആം ഗുഡ് എന്ന് പറയുന്നതും ഐ ആം വെൽ എന്ന് പറയാത്തത്? ഗുഡ് എന്ന വാക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്റ്റേറ്റിനാണ്, പക്ഷെ വെൽ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് അല്ലെങ്കിൽ ആക്ഷനെ ആയിരിക്കും. ഐ ഡിഡ് ഇൻ ന്യൂ എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ അത് എനിക്ക് ശരിയായിട്ട് തോന്നാറുണ്ട്. ഒരിക്കലും യൂസ് ചെയ്യരുത്, കാരണം ഡിഡ് ഓൾറെഡി അതിനെ പാസ്റ്റ് ടെൻസ് ആക്കും. സോ ഇറ്റ്സ് ഐ ഡിഡ്ന്റ് നോ. ഈ കടകളൊക്കെ 10 ഐറ്റംസ് ഓഫ് ഫ്യൂവർ ആണോ അതോ 10 ഐറ്റംസ് ഓഫ് ലെസ്സർ ആണോ? എനിക്കെപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. ഗ്രാമറ്റിക്കലി അത് ഫ്യൂവർ ആണ്, പക്ഷെ ഒരുപാട് സ്റ്റോർസ് ലെസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബ്രിട്ടീഷുകാർ എന്താണ് മാത്സ് എന്നും അമേരിക്കക്കാരെന്താണ് മാത്സ് എന്നും പറയുന്നത്? ബ്രിട്ടീഷുകാർക്ക് അവരുടെ പ്ലൂറൽസിനെ വളരെ ഇഷ്ടമാണ്. മാത്തമാറ്റിക്സ് ഒരു പ്ലൂറലാണ്, അതുകൊണ്ട് അവരതിനെ ഷോർട്ടൺ ചെയ്ത് മാത്സ് എന്ന് പറയുന്നു. ഓൺ ദ വീക്കെൻഡ് ആണോ അതോ അറ്റ് ദ വീക്കെൻഡ് ആണോ ശരിയായിട്ടുള്ളത്? രണ്ടും കറക്റ്റ് ആണ്. അമേരിക്കൻസ് ഓണും ബ്രിട്ടീഷുകാർ അറ്റും ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ചില വേർബിന്റെ ലെറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഡബിൾ ചെയ്യുന്നത്, റണ്ണിങ്ങിന്റെ ഒക്കെ പോലെ? പക്ഷെ വിസിറ്റിങ്ങിനൊന്നും അങ്ങനത്തെ വരുന്നില്ലല്ലോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെസ് ആൻഡ് നമ്പർ ഓഫ് സിലബിൾസ്. ഇംഗ്ലീഷ് ഗ്രാമറിന് ട്രിക്കി ആയിട്ടുള്ള റൂൾസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.